ഹലോ, ഇന്ന് ചക്ക വറവിന് ചക്ക, തേങ്ങ, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കടുക്, ഉഴുന്നുപരിപ്പ്, വെള്ളം. അതൊരു പാത്രത്തിൽ കഴുകി വെച്ച ചക്ക ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതിയേ. എന്നിട്ട് ഇതിൻ്റെ ലെവലിന്, ചക്കേൻ്റെ ലെവലിന് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ചക്കക്കുരുവൊക്കെ ഇല്ലേ, അതൊക്കെ വേവാൻ കണക്കായ വെള്ളമാണ്. എന്നിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴാണ് യഥാർത്ഥ ചക്ക വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വേവും കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി വെച്ച് നമ്മൾ വെന്തോന്നൊക്കെ നോക്കിയിട്ടേ ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ചക്ക. അതിന് ശേഷം നമുക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ മതി കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടേ ഉള്ളൂ തേങ്ങ ഇട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇടും, അധികം ഇടണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടോ. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചോ. ജസ്റ്റ് 2 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാം. ഇനി വറുത്തിടാനുള്ള ഏർപ്പാടാണ്. അതിന് പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇടാം. ഉഴുന്ന് പരിപ്പ് ഇട്ടാന്ന് വെച്ചാൽ നമുക്ക് കടിക്കാൻ കിട്ടും. ഈ വറുത്ത ഉഴുന്ന് പരിപ്പ് നല്ല രസമാണ്. ഈ ചക്കേൻ്റെ അടക്ക അത് കടിച്ച് എടുക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അതുകൊണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ഉഴുന്ന് പരിപ്പ് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യമായ ചതച്ച് വെച്ച വെളുത്തുള്ളി, അത് ഗ്യാസൊക്കെ ഇല്ലാണ്ടിരിക്കാൻ നല്ലതാട്ടോ. വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചക്ക ആക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അത് ചക്കയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നല്ല കറക്റ്റായിട്ടായ ചക്ക ഉണ്ടാ. നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് കട്ടൻ ചായേൻ്റെ കൂടെ അതിൻ്റെ വേണമെങ്കിൽ തിന്നാട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായ ചക്ക വറവ്.